നന്നാവുന്നുണ്ട്. അരമണിക്കൂറായി കണ്ണാടി നോട്ടം തുടങ്ങിയിട്ട്. നീ പോടാ. ചേച്ചിയുടെ മനസ്സിൽ ഏതാണ്ടുണ്ട്. കുറച്ചു നാളായി ഞാൻ കാണുന്നു. പണ്ടെങ്ങുമില്ലാത്ത ഒരുക്കവും വർത്തമാനത്തിനൊരു മയവും. എന്താ കാര്യം? ഞാനേ കല്യാണം കഴിക്കാൻ പോവാ. ആരെ? ഒരു മോരിക്കുട്ടിയെ. വായിക്കണ്ട, നല്ല രസമുണ്ട്. ചായക്കാണോ? അയ്യോ, തീ കെടുത്തി. വേണമെങ്കിൽ ഇപ്പിട്ട് തരാം. വേണ്ട, ഞാൻ അങ്ങാടിന്ന് കുടിച്ചോളാം. കേറിയത് വേറെ കാര്യം പറയാനാ. നാളെ രമണീനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാ. വരത്തില്ലേ? വണ്ടിക്കാ? വണ്ടിക്ക് ഇത്തിരി പണിയുണ്ട്, ബസ്സിന്. അല്ലെങ്കിൽ ഞാനില്ല. വേണ്ട, ഞാൻ വന്നാ വരാണ്ടിരിക്കുക നല്ലത്. എങ്കിൽ എനിക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാ. ശല്യമായി. ഒന്ന് നിന്നേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ തള്ളേനെ ഇഷ്ടാ? എന്താ അങ്ങനെ ഒരു ചോദ്യം? ഒന്നുമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും ഇഷ്ടമൊന്നുമില്ല. രമണിയോട്? നീ എന്റെ വായിരിക്കണ നല്ല വാക്ക് കേൾക്കണം. അതിനാണ് ഈ വക ചോദ്യങ്ങളൊക്കെ. ചേച്ചി മൂരിക്കുട്ടിയാണോ? മൂരിക്കുട്ടിയല്ല, പോത്ത്. കുഞ്ഞപ്പോ, ഒരു കാഴ്ച കണ്ട? കുഞ്ഞപ്പോ, ഇപ്പൊ കേട്ടതില് കഴമ്പുണ്ടോ? അയ്യോ, സംഗതി കോളാണ്. കറവയും കുട്ടി അടക്കമാണല്ലോ കിട്ടിയത്. ഞാൻ പിടിച്ചോളാം. ചന്ദ്രേട്ടൻ വരണമെന്നില്ല. ആളുകൾ പറയുന്നു കേട്ടോ. ആളുകളെ പേടിച്ച് ജീവിക്കാനൊക്കോ? മോവാ, ഇവളിങ്ങനെയൊക്കെ പറയും. ഞാൻ വരാം, നിങ്ങൾ വിളിക്കോ. വരണുണ്ട്. നിന്റെ ബലത്തിലാ ഞാൻ പറഞ്ഞത്. കുഞ്ഞപ്പാ, എന്തോ ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ? തിരിച്ചു ചോദിക്കണമെന്ന് മോഹമുള്ളവർ ഇപ്പൊ ചോദിക്കണം. രാത്രി പാത്രം പതുങ്ങി വന്നേക്കരുത്. പൊയ്ക്കോട്ടെ. ആഹാ, രാജമ്മ ചേച്ചിയോ? ചേച്ചിയെ പിന്നെ കണ്ടേയില്ലല്ലോ ഇങ്ങോട്ട്. കടയിൽ ആള് വേണ്ടേ? ആഹാ, കുളി കഴിഞ്ഞ് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഇരിക്കുകയാണ് എന്റെ മോള്. ഓ, കരയല്ലേ എന്റെ പൊന്ന്, കരയല്ലേ. വല്യമ്മ ഒരു സാധനം തരാ എന്റെ മോക്ക്. കൈ നിറച്ച് കരിവള. എന്തിനാ ചേച്ചി ഇതൊക്കെ? എന്റെ പൊന്നിനാ, അല്ലേ? എന്റെ തങ്കക്കുടത്തിന്. ആ, എപ്പോഴും. ഓ, ആ, ഇനി കൈ. ആ, അങ്ങനെ.
മൂപ്പര് വന്നില്ലേ? ആരാ? ചന്ദ്രേട്ടനോ? വന്നു. മടുത്തിട്ടുണ്ടാവും ഞങ്ങളെ കൊണ്ട്. പാവം, നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ പറയണ എന്തിനാ? നിന്റെ അമ്മ പറയിപ്പിക്കണതാ. ഞാൻ എന്താണ് പറയിപ്പിക്കുന്നത്? തണ്ടും തടിയുള്ള ആണുങ്ങളെ കാണുമ്പോഴേ ചിലർക്ക് ഇരിക്ക പൊറുതിയില്ലെന്നറിയാം. ആ ആശൊന്നും നടക്കില്ലടി. കൊച്ചമ്മേ, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. എന്റെ അറിയിച്ച് വന്നിരുന്നു നീ പിന്നെ ആരോടാടി പറഞ്ഞേ? കടവത്ത് വന്നു പോണ ആണുങ്ങളെ കണ്ണും കൈയും കാണിക്കാൻ നീ അത്ര നേരിവായിരുന്നാവണ്ട. തള്ളേ, തോന്നിയാസം പറഞ്ഞ വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കില്ല. നീ എന്ത് ചെയ്യോടി? അമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാവോ? എടി, എന്റെ കൊച്ചിന് എന്തിനാ അവളുടെ കയ്യിൽ കൊടുത്തത്? കൊല്ലുവിളി രാക്ഷസേ. അയ്യോ, എന്റെ കൊച്ചങ്ങ് തളർന്നു പോയി. ചേച്ചി, എന്തു പറ്റിയുടെ മോനെ? പോട്ടയുടെ മോനെ. അയ്യോ കണ്ണ. മനുഷ്യന്മാരായ നന്ദി വേണം, നന്ദി. ചത്താലും ജനിച്ചാലും അവളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ തിരിഞ്ഞു നോക്കാൻ? ഓ, അവളില്ലെങ്കിൽ ഞങ്ങളോട് ഇന്ന് കൂരി പൊളിച്ച് പോയേനെ. അവളാരെ മോളെന്നറിയാമോ? അറിയാം. മറ്റു പലരെക്കാളും ഭേദമാണ് അവള്. കേട്ടോടി, ഈരിയും പാമ്പും പോലെ ഇരുന്നതാ. ഇപ്പൊ കണ്ട അങ്ങനെയാ മിടുക്കുള്ള പെൺകുട്ടിയോളൂ. അസത്ത് നാശം പിടിച്ചത് എന്റെ വയറ്റ് ജനിച്ചുള്ളു. അവളുടെ ഒരു സോപ്പും പൗഡറും നാശിച്ചവള് വരട്ടെ കോട്ട്. അവൾ എന്നോടെ കളിക്കുന്നതല്ലേ? ആ തള്ള എന്റെ അടുത്ത് വരാതിരിക്കില്ല. തുപ്പം ഞാൻ അവരുടെ മുഖത്ത് നോക്കി. കള്ളക്കരച്ചില്. നിന്റെ ആരാടി ചത്തേ? നീ എന്തിനാ വലിഞ്ഞേറി പോയതങ്ങോട്ട്? വേറെ ആരെയും കാണാനല്ല, ആരെയും വലവീശി പിടിക്കാനല്ല. ആ കുഞ്ഞുങ്ങളെ കണ്ട എന്റെ മനസ്സലിഞ്ഞു പോ. നിന്റെ പഴയ സ്വഭാവം നല്ലത്. ഈ കണ്ണീരും കൈയൊന്നും നിനക്ക് ചേർച്ചയല്ല. എല്ലാം മാറ്റിയെടുക്കല്ലേ? ആര്? ഇയാള്. ഞാനോ? ഞാനൊരു പെണ്ണ. ഒരാണിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ, തല്ലുകൊള്ളാൻ, വെച്ചു വിളമ്പാൻ. തിരിച്ചു പോകുമ്പോ എന്നെയും കൊണ്ടുപോവോ? പഴയ സൂക്കേട് വീണ്ടും തുടങ്ങിയോ? പ്രേമം. എനിക്ക് പ്രേമം ഒന്ന് കേൾക്കുന്നതേ കലിയ. എന്നോടും? നീ ആരാ? ശീലാവതിയോ? അനിയൻ ഉറങ്ങിയില്ലേ? തിരിച്ചു പോകാറായപ്പോ എന്താ മനസ്സ് കൊടുത്തിരിക്കുന്നത്? ഒന്നുമില്ല. നാട്ടിലേക്ക് എന്ന് പോകും? ഒരാഴ്ചക്കുള്ളിൽ. ഇനിയും നീളണ്ട. ഞാൻ പറഞ്ഞില്ലേ, വൈകും തോറും പെട്ടുപോകും. എന്നെ കണ്ടില്ലേ? വയനാട്ടിൽ ഒരു പെങ്ങള് താമസിക്കുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിക്കും. അവിടെ വീട്ടിലൊരാളില്ല. അളിയും പട്ടാളത്തിലാ. എന്നാലും പോവാൻ തോന്നുന്നില്ല. ചത്ത വരെ ഒരുത്തനും ഇവിടെ തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളൊന്നുമില്ലേ? മറന്നത് അതൊരു കാര്യമാ. എന്നും 25 വയസ്സായിരിക്കും എന്നാ കരുതിയത്. അല്ല, ഇപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോക്കൂന്നല്ല. വല്ലയിടത്തും കിടന്ന് ചത്ത് നാറിയ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാനെങ്കിലും വലിച്ചു കുഴിച്ചു മൂടല്ലോ. ഇനിയിപ്പോ ടൗണിൽ നിന്ന് മുനിസിപ്പാലിറ്റിക്കാർ വരണം. അതും അവർക്ക് തോന്നിയാൽ. കിടന്നോ, അതൊന്നും ആലോചിച്ചാൽ ഉറക്കം വരില്ല. ആ ചേച്ചി, മോളിക്കുട്ടി, അയ്യോ പാവം, പേടിച്ചു പോയി.
ഞാൻ പേടിച്ചൊന്നുമില്ല. ആഹാ, ആ പിന്നെ ചേച്ചി എന്തേ? എല്ലാരും പള്ളിയിൽ പോയിരിക്കുക. ആ ഇറച്ചി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ പോവാ. ഇത്തിരി കഴിഞ്ഞു പോ. എടാ പട്ടി, എന്താണ് കിടന്ന് ഓടുന്നത്? എടാ എന്താണ് കിടന്ന് ഓടുന്നതെന്ന് രമേശ. എന്താ ഉണ്ടായി? അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, കണ്ട ചെക്കന്മാരെ ഒന്ന് അകത്ത് കയറ്റരുതെന്ന്. പോകുന്നുണ്ടോ അപ്പുറത്ത്?